نور على نور. الرابع: من اعتقد أن غير هدي النبي صلى الله عليه وسلم أكمل من هديه، أو أن حكم غيره أحسن من حكمه، كالذين يفضلون حكم الطواغيت على حكمه، فهو كافر. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നാലാമതായി ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യമായി എണ്ണിയത് മനിയാഴ്ത്തക്കഥ. ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ പ്രയോഗം അവിടെ സൂക്ഷ്മമാണ്. മനിയാഴ്ത്തക്കഥ, ആരെങ്കിലും വിശ്വസിച്ചാൽ. ബാക്കി എവിടെയും പ്രയോഗിക്കാത്തൊരു പ്രയോഗമാണ് അവിടെ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പ്രയോഗിച്ചത്. മനിയാഴ്ത്തക്കഥ, ആരെങ്കിലും വിശ്വസിച്ചാൽ അന്ന ഗൈറ ഹദിയിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു മിൻ ഹദിയി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്തവരുടെ ചര്യ ഏറ്റവും പൂർണ്ണമായ ചര്യയാണ് നബിയുടെ ചര്യയേക്കാൾ എന്നാരെങ്കിലും വിശ്വസിച്ചാൽ, ഔ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മി, അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന വിധിയേക്കാൾ മറ്റൊരാളുടെ വിധി ഏറ്റവും നല്ല വിധിയാണ് എന്ന് വിശ്വസിച്ചാൽ, കല്ലദീന യുഫദ്ദിലൂന ഹുക്മ തവാഗീതി വഹുവ കാഫിർ, ആരെപ്പോലെ ഈ താഗൂത്തുകളുടെ ഖുർആനും സുന്നത്തിനും എതിരായി വിധിക്കുന്ന ആൾക്കാരുടെ വിധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരെ പോലെ അവൻ കാഫിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയാണ് ഏറ്റവും പൂർണ്ണമായ ഹദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഹുക്കുമാണ് ഏറ്റവും അഹ്സനായ ഹുക്കുമ്. ഇതിനേക്കാൾ നല്ലത് മറ്റൊന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് മിമ്പറിൽ കയറിയാൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വ ഖൈറൽ ഹദിയി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മടങ്ങേണ്ടത് എങ്ങോട്ടേക്കാണ്? ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. അതാണ് പൂർണ്ണമായ അഹ്സനായ വിധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ് ഏറ്റവും പൂർണ്ണമായ ചര്യ. നബിയുടെ ചര്യയേക്കാൾ പൂർണ്ണമായ മറ്റൊരു ചര്യയില്ല, ഹദിയില്ല. ഇന്ന ഒരു ചര്യ പ്രവർത്തനം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയേക്കാൾ നല്ല ചര്യയാണ് ഇയാളുടെ പ്രവർത്തനം, ഇന്ന ആളുടെ പ്രവർത്തനം എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആന്റെയും സുന്നത്തിന്റെയും വിധിയേക്കാൾ ഇന്ന നാട്ടിലത്തെ വിധി, ഇന്ന രാജ്യത്തിന്റെ വിധി അതാണ് ഏറ്റവും നല്ല വിധി എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവനും കാഫിറാണ്, വിശ്വസിക്കാൻ പാടില്ല. അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. മുനാഫിക്കുകളാണ് എന്ത് ചെയ്യുക? ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ലാതെ വിധി തേടി പോവുക. ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ലാതെ വിധി തേടി പോകാൻ പാടില്ല. കുൽ ബല വറബ്ബി, കുൽ അല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സത്യം ചെയ്യുന്നു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും. അല്ലാഹു സത്യം ചെയ്തിട്ട് പറയാണ്, കുൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന, ഇവർ വിശ്വാസികളാകുകയില്ല, ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ താങ്കളെ അവർ വിധികർത്താവാക്കുന്നത് വരെ. വിധികർത്താവാക്കിയാൽ മാത്രം പോരാ, സുമ്മ ലം യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖലൈത, സുമ്മ ലം യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖലൈത വയുസല്ലിമു തസ്ലീമാ, അവർക്ക് താങ്കൾ വിധിച്ചതിൽ ഒരു പ്രയാസം ഉണ്ടാകാനും പാടില്ല, അതിന്റെ മനസ്സാവാച കർമ്മ അംഗീകരിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഒരാൾ വിശ്വാസിയാകുകയില്ല. കുൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖലൈത വയുസല്ലിമു തസ്ലീമാ. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും വിധി തേടി പോകേണ്ടത് ഖുർആനിലേക്കോ സുന്നത്തിലേക്കുമാണ്. രണ്ടാമത്തേത്, ആ വിധി സ്വീകരിക്കുന്ന വിഷയത്തിൽ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്തേത്, ആ വിധിയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എന്നാൽ മുനാഫിക്കുകളോ നേരെ തിരിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനു ബില്ലാഹി ആമനു ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കൊക്കെ
വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടരെ താങ്കൾ നോക്കുന്നില്ലേ? അവരെന്ത് ചെയ്യുന്നു? യുരീദൂന യതഹാകമു ഇല താഗൂത്ത്. അവർ താഗൂത്തിലേക്ക് വിധി തേടി പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. താഗൂത്തിന്റെ അടുക്കലേക്കാണ് അവർ വിധി തേടി പോകുന്നത് എന്ന്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ആരാധിക്കപ്പെടുന്ന, അനുസരിക്കപ്പെടുന്ന, പിൻപറ്റപ്പെടുന്ന എല്ലാം, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന, പിൻപറ്റപ്പെടുന്ന, അനുസരിക്കപ്പെടുന്ന എല്ലാം താഗൂത്താണ്. കുല്ലു മാ തജാവസ ബിഹിൽ അബ്ദു മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതഈൻ. അതിന് വിടുക. തജാവസ് എന്ന് പറഞ്ഞാൽ അതിന് വിടുക. ആരെയാണോ ആരാധിക്കേണ്ടത് അവരെല്ലാത്തവരെ ആരാധിക്കുക, ആരെയാണോ പിൻപറ്റേണ്ടത് അവരെല്ലാത്തവരെ പിൻപറ്റുക, ആരെയാണോ അനുസരിക്കേണ്ടത് അല്ലാതെ അനുസരിക്കുക. അതൊക്കെ താഗൂത്താണ്. താഗൂത്തുകളെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ശൈത്താൻ താഗൂത്താണ്. അള്ളാഹു അല്ലാത്തവരിലേക്ക് ആരാധിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നവൻ താഗൂത്താണ്. അള്ളാഹുവിന്റെ വിധിയെ മാറ്റിമറിച്ച് വിധി കൽപ്പിക്കുന്ന ഭരണാധികാരി താഗൂത്താണ്. ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നവൻ താഗൂത്താണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ലാതെ വിധി തേടി പോകുന്നവൻ താഗൂത്താണ്. സ്വയം തൃപ്തിപ്പെട്ടുകൊണ്ട് ആരാധിക്കപ്പെടുന്നവൻ താഗൂത്താണ്. ഇതൊക്കെ താഗൂത്തുകളുടെ ഗണത്തിൽപ്പെടും. അപ്പോൾ ഖുർആനും സുന്നത്തും അല്ലാത്തതിലേക്ക് വിധി തേടി പോകുക എന്നുള്ളത് കുഫറാണ്, പാടില്ലാത്തതാണ്. ഖുർആനും സുന്നത്തിനും എതിരായി ആരെങ്കിലും വിധി കൽപ്പിക്കുകയോ വിധി തീർപ്പാക്കുകയോ ഖുർആന്റെയും സുന്നത്തിന്റെയും വിധിക്കെതിരായ വിധി തേടിപ്പോയി അതിനെ സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ കാഫിറാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി 4-ാമത്തെ നാക്കിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എങ്ങോട്ടേക്ക് മടങ്ങണം? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. നബിയുടെ ചര്യയേക്കാൾ പൂർണ്ണമായ ഒരു ചര്യയുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. നബി കൊണ്ടുവന്ന വിധിവിലക്കുകളെക്കാൾ അഹ്സനായ നല്ല വിധിവിലക്കുകൾ ഉണ്ട് എന്നും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്.